പഠിച്ചിറങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര ദിവസമായി? ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ റീസെൻ്റായിട്ട് നടന്നതുപോലെയും എന്നാൽ ചില കാര്യങ്ങളൊക്കെ വളരെ മുന്നെപ്പോഴോ നടന്നതുപോലെയും നമുക്ക് തോന്നാറുണ്ട് അല്ലേ? ചില പാട്ടുകൾ, സിനിമാ പാട്ടുകൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇപ്പോൾ ഇറങ്ങിയ സിനിമയിലേ അല്ലേ, പക്ഷെ പിന്നീട് ഒരു പക്ഷേ ഗൂഗിൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് 10 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ടാണെന്നുള്ളത്. ഇത്തരത്തിലുള്ള അണ്ടർ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഓവർ എസ്റ്റിമേഷൻ ഓഫ് ടൈമിനെ നമ്മൾ പറയുന്നതാണ് ടെലിസ്കോപ്പിക് എഫക്റ്റ്. എന്തിനാണ് നമ്മൾ ടെലിസ്കോപ്പിക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? അതേ കാര്യം തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഷ്രിങ്കേജ് ഓഫ് ടൈം അല്ലെങ്കിൽ മിസ് പെർസെപ്ഷൻ ഓഫ് ടൈം, അതാണ് ടെലിസ്കോപ്പിക് എഫക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. 1868 ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റാണ്, കാൾ വോൺ വെർഡോട്ട്. അദ്ദേഹം വെർഡോട്ട് ലോ എന്ന് വിശേഷിപ്പിച്ച കാര്യത്തെ ലേറ്റർ 1964 ജോൺ നെറ്ററും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും കൂടെ ചേർന്നാണ് ടെലിസ്കോപ്പിക് എഫക്റ്റ് എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെയാണ് ഇതൊരു പ്രശ്നക്കാരനായി മാറുക? മാർക്കറ്റിങ്ങിൽ. സ്പെഷ്യലി നമുക്ക് ട്രെൻഡ് അറിയാനായിട്ട് അതിപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ട്രെൻഡ് അല്ലേ എന്ന് നമ്മൾ ഒരു പ്രോപ്പർ റിസർച്ച് ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ തെറ്റ് വരും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആക്സസിബിലിറ്റി പ്രിൻസിപ്പിൾ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫോർമേഷനെ നമ്മൾ വളരെ റീസെൻ്റായിട്ട് നടന്ന കാര്യമായിട്ടേ പലപ്പോഴും പ്രതീക്ഷിക്കാറുള്ളൂ അല്ലേ? സ്പെഷ്യലി സുനാമി പോലത്തെയൊക്കെയുള്ള ഒരു അപകടം എന്ന് പറയുന്നത് വളരെ എല്ലാ വർഷവും ആ ഒരു ഡിസംബർ ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഡിസ്കഷനിൽ വരുന്നത് കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ ഒരു അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ എത്രയും വർഷമായോ ഇത് നടന്നിട്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ നമ്മൾ ആരും സംസാരിക്കാത്ത റീസെൻ്റായിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രെൻഡ് ബേസ് ചെയ്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഓർക്കുക, ടെലിസ്കോപ്പിക് എഫക്റ്റ് വരാതിരിക്കാനായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ക്രോസ് ചെക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അതിനെ ബാധിച്ചേക്കും.